ഇറാനെതിരെ പരസ്യമായ വെല്ലുവിളി നടത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ലോകത്തെ ആകമാനം അസ്വസ്ഥതയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇന്ന് 2026 ജൂൺ 11 രാത്രി ഇറാനെ തങ്ങൾ അതിശക്തമായ രീതിയിൽ ആക്രമിക്കുമെന്നും ഇറാന്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബായ കാർഗ് ഐലൻഡ് തങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്നും ട്രംപ് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ എല്ലാ തരത്തിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളും തങ്ങളുടെ അധീനതയിൽ വെനിസ്വലയെ എങ്ങനെ ചെയ്തോ അതേ രീതിയിൽ തങ്ങളുടെ കൈവശം എത്തിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടതിന് ശേഷം ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഇന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഫോക്സ് ന്യൂസിന്റെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ മറുപടി സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കണമെന്ന് തനിക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല എന്നും അത് സാധാരണ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ലേ എന്നൊക്കെയുള്ള സഹതാപം കലർന്ന രീതിയിലുള്ള ഒരു മറുപടിയും ട്രംപ് നൽകിയിട്ടുണ്ട്. അത് പാഴ്വാക്കാണോ അല്ലയോ എന്നൊക്കെ എന്തായാലും ഇന്ന് രാത്രി കണ്ടറിയാം. ഈ വെല്ലുവിളിയോട് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റിയുടെ വക്താവ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു ആക്രമണം ഇന്നുണ്ടായാൽ അതിന് ട്രംപ് അടക്കമുള്ളവർ വേദനാജനകമായ ഒരു മറുപടി നേരിടേണ്ടി വരുമെന്നുമാണ്. ഇനി GCC മേഖലയിൽ ഇന്നുണ്ടായ സംഘർഷാവസ്ഥ ചെറുതൊന്നുമല്ല. ബഹ്റൈന് നേരെ വളരെ രൂക്ഷമായ ആക്രമണമാണ് ഇന്ന് ഇറാൻ നടത്തിയിരിക്കുന്നത്. കനത്ത പ്രഹരമേറ്റ് നിരവധി സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലും ഹമദ് ടൗണിലുമൊക്കെ ഒരുപാട് വീടുകൾ കത്തി നശിച്ചു. നാശനഷ്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. കാറുകൾ കത്തിയ സാഹചര്യമുണ്ട്. അതിനിടയിൽ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിസ്സാരമായ പരിക്കാണെങ്കിൽ പോലും ഇത് അവിടുത്തെ താമസക്കാരിലും പൗരന്മാരിലും വലിയൊരു ആശങ്ക ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കുവൈറ്റിലുണ്ടായ സാഹചര്യങ്ങളും മറിച്ചല്ല. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 24 ഡ്രോണുകൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ഒഫീഷ്യലി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കുവൈറ്റിലുമുണ്ടായ ഇങ്ങനൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കുവൈറ്റിന്റെ വ്യോമപാത ഏതാനും മണിക്കൂറുകൾ അടച്ചിടുകയുണ്ടായി. പുലർച്ചെ 4:50 വ്യോമപാത അടച്ച് പിന്നീട് UAE സമയം ഏകദേശം 10 മണിയോടുകൂടി അത് പുനഃസ്ഥാപിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിരുന്നു. പിന്നെ ഒമാൻ തീരത്ത് US നേവി ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സ് അടങ്ങിയ കപ്പലുകളെ തുടർച്ചയായി ആക്രമിച്ചത് വലിയ പ്രതിഷേധത്തിനും സംസാരങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ ഇന്ന് ഡൽഹിയിൽ ചേർന്ന ഒരു യോഗത്തിൽ വളരെ ശക്തമായാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പ്രഹരം എത്രയും പെട്ടെന്ന് അതിനൊരു അറുതി വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 8 ഒമാൻ തീരത്തുണ്ടായ സംഭവം നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷം ജൂൺ 10 സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായി. കാണാതായ 3 ഇന്ത്യൻ കപ്പൽ ജീവനക്കാരുടെ മരണം ഒമാൻ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഇന്ന് ജൂൺ 11 ഷിനാസ് തീരത്ത് സമാനമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണയുമായി വന്നിരുന്ന ജലവീർ എന്ന കപ്പലിന് നേരെ US നേവിയുടെ ആക്രമണം ഉണ്ടായി. എൻജിൻ ഹൗസിലേക്കാണ് നേരിട്ട് മിസൈൽ ആക്രമണം ഉണ്ടായത്. ജൽവീർ എന്ന ഈ കപ്പലിൽ 20ഓളം ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെ സുരക്ഷിതരായി മാറ്റി എന്നുള്ള സ്ഥിരീകരണം എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സംഘർഷഭരിതമായൊരു സാഹചര്യം അന്തരീക്ഷത്തിൽ ഉടനീളം നിലനിൽക്കുന്നു എന്നുള്ളത് GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന പൗരന്മാരിലും അല്പം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി. അപ്പോൾ ഇതിനെക്കുറിച്ച് UAEയുടെ ഒഫീഷ്യൽസ് പറയുന്നതും അതുതന്നെയാണ്. UAEയുടെ ഫെഡറൽ നാഷണൽ കൗൺസിൽ വക്താവ് സഖർ ഖോബാഷ് അദ്ദേഹം പറയുന്നതും ഗൾഫ് മേഖല GCC രാജ്യങ്ങളെല്ലാം തന്നെ വളരെ സങ്കീർണമായ അനിശ്ചിതത്വം നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾക്കൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ രാത്രി വളരെ വളരെ നിർണായകമാണ്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.